2012 ബീറ്റ് ഡീസൽ LT ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈപ്പർ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. ക്യാമറ സ്വിച്ചിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫ്ലോർ മാറ്റിൻ്റെ കളർ അതാണ് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്, AC, സെൻട്രലൊക്കെ റിമോട്ടിലൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം റെഡിയാണ്. ഇൻറ്റീരിയർ ഭാഗം നല്ല ക്ലീനാണ്. റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ഷേപ്പുള്ളൊരു വണ്ടിയാണ്. ടയർ അത്യാവശ്യം ഒരു 85 അല്ലെങ്കിൽ 90% ടയറുണ്ട്. അപ്പർ സൈഡിലെ ടയർ ഒരു 90% ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. ഇൻഷുറൻസ് 2025 പകുതി വരെ, മാർച്ചിന് മേലെ ഉണ്ട്. പൊല്യൂഷനും ഉണ്ട്. ഈ ബീറ്റ് ഡീസലാണ്. നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, ഡീസൽ വണ്ടി ഉപയോഗിച്ച് പരിചയമുള്ള ഉപയോഗിക്കുന്നവർക്ക് നന്നാവും. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ മെയിൻ സർവീസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടൈം ബെൽറ്റൊക്കെ കറക്റ്റാണ്. പിന്നെ ഡീസൽ ഫിൽറ്റർ, പമ്പ്, ഇതെല്ലാം സർവീസ് കഴിഞ്ഞാണ്. FM ഒക്കെ നല്ല കണ്ടീഷൻ, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. AC പക്ക നീറ്റ് AC ആണ്. AC ഞാനിത് ഓടിച്ച് നോക്കിയാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ലാഗിങ് ഉണ്ടായിരുന്നത് റെഡിയാക്കിയിട്ടുണ്ട്. പമ്പ് ക്ലീൻ ആക്കിയപ്പോൾ അത് റെഡിയായി. ഓയിൽ ഫിൽറ്ററൊക്കെ മാറ്റിയപ്പോൾ അതൊക്കെ പക്ക റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നല്ല മൈലേജുള്ള വണ്ടിയാണ്. 22-24 ഡീസൽ മൈലേജ് കിട്ടും. ഇപ്പം ബീറ്റ് ഉപയോഗിച്ച് പരിചയമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. അറിയാത്തവരാണെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ബീറ്റ് ഡീസൽ എടുക്കുക. ലോങ്ങിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം ടൗൺ ഭാഗത്തൊക്കെ നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. HR യൂസ്ഡ് കാർ കോഴിക്കോട് മലാപ്പുറം വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. 98,000 രൂപ ചോദിക്കുന്നത്. ചെറുതായിട്ടൊക്കെ കുറയും. മെക്കാനിക്കിനെ കൂട്ടി വന്നിട്ട് കാണിക്കാം. വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് അയച്ചു തരാൻ താല്പര്യമുള്ളവർ വിളിച്ചാൽ. നമുക്ക് ഫ്ലോർ മാറ്റിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെളിയാണൊന്ന് ക്ലീൻ ചെയ്ത് തരാനുള്ളൂ. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഓടിച്ച വണ്ടിയാണ്. അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഒക്കെ പക്ക റെഡിയാണ്. വേറെ സസ്പെൻഷൻ അടിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സിൽ അടിയോ അങ്ങനത്തെ ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ് റെഡിയാണ്. അതിൻ്റെ മീറ്റർ കൺസോളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ബീറ്റ് ഡീസലിനെ കുറിച്ച്, ബീറ്റിൻ്റെ മെക്കാനിസം അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ധാരാളമുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഈ വണ്ടി വാങ്ങാൻ തയ്യാറെടുക്കുക. അങ്ങനെ ബീറ്റ് പോലുള്ള വണ്ടി വാങ്ങുമ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് വരുത്തിയതിന് ശേഷം വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു.